സൗന്ദര്യമുള്ള ഒരു പൊന്നുമോൾ അവന്റെ വീട്ടിലേക്ക് കടന്നു വരികയാ. അല്ലാ അല്ലാ, അവന്റെ വീട്ടിലേക്ക് പൊന്നുമോൾ കടന്നു വരുമ്പോൾ ദൂരെ നിന്ന് നോക്കുന്ന അയൽവാസികൾ അത്ഭുതപ്പെട്ടു പോയി. ധിക്കാരിയായ തെമ്മാടിയായ പെണ്ണുപുടിയനായ കിഫിലിന്റെ വീട്ടിലേക്കാണല്ലോ റബ്ബേ ഈ പാവം സഹോദരി കടന്നു പോകുന്നത്. ഈ കിഫിലിന്റെ വീട്ടിലേക്ക് കടന്നു പോകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സുന്ദരിയായ ആ തരുണീമണി പോലെയുള്ള ആപ്പിൾ പൂവിന്റെ തൊലി പോലെ മൃദുലമായ ശരീരമുള്ള ആ പൊന്നുപെങ്ങൾക്ക് എന്താ സംഭവിക്കുക റബ്ബേ? ഇവിടെ കിടന്നുകൊണ്ട് ബലാത്സംഗം നടന്നുകൊണ്ട് അവിടെ നിന്ന് കൊന്നൊടുക്കപ്പെടുമല്ലോ നാഥാ എന്നെല്ലാവരും കരുതിക്കൊണ്ടിരിക്കുമ്പോൾ കിഫിലിന്റെ വാതിൽ മുട്ടുകയാ. ആ പെണ്ണ് വാതിൽ മുട്ടി. കിഫില് വാതിൽ തുറന്നു. സുബ്ഹാനല്ലാഹ്, സുന്ദരിയായ പെണ്ണിനെയാണ് കാണാൻ കഴിഞ്ഞത്. കിഫില് അത്ഭുതപ്പെടുകയാണ്. എന്നെ കുറിച്ചറിയാതെ വന്നതാണോ പെണ്ണ്? എന്നിട്ട് ചോദിക്കുന്നു, മോളെ നിനക്കെന്ത് വേണം? കിഫിലിനോടതാ പെണ്ണ് പറയുന്നു, എനിക്കൊരൽപ്പം പണം തരുമോ? എനിക്ക് ഭക്ഷണം തരുമോ? എന്റെ 4 കുഞ്ഞുങ്ങളും പട്ടിണിയില. എന്റെ 4 കുഞ്ഞുങ്ങളും പട്ടിണി കടന്ന് 4 ദിവസങ്ങളോളമായി. എനിക്കൊരൽപ്പം ഭക്ഷണത്തിനൊരൽപ്പം പണം തരുമോ എന്ന് ആ സഹോദരി അതാ കിഫിലിനോട് യാചിക്കുകയാ. ആ സമയത്ത് കിഫില് പറയുകയാണ്, നിനക്ക് പണം തരാമടി പെണ്ണേ, പക്ഷേ എനിക്ക് നിന്റെ ശരീരമാകുന്ന സൗന്ദര്യമുണ്ടല്ലോ, എന്റെ തടിയുടെ ഇച്ഛ തീർക്കാൻ, എന്റെ ശരീരത്തിന്റെ ഇഷ്ടം തീർക്കാൻ നീ ഞാനുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ തയ്യാറുണ്ടോ? ആ പെണ്ണ് പറയുന്നു, ഇല്ല ഇല്ല, എന്നെ കൊണ്ട് നിങ്ങളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ സാധ്യമല്ല. എങ്കിൽ ഞാൻ 5 നയാ പൈസ തരില്ല എന്ന് പറഞ്ഞ് കിഫിൽ ആ പെണ്ണിനെ ആട്ടി ഓടിക്കുകയാണ്. ആ പെണ്ണ് ഉമ്മറത്തിന്റെ പുറത്ത് വന്നപ്പോൾ ആ പെണ്ണിന്റെ കണ്ണിലേക്കതാ 3 മാസം മാത്രം പ്രായമുള്ള ആ പെണ്ണിന്റെ പൊന്നുമോളെ കാണുകയാണ്. മുലപ്പാല് കുടിക്കാൻ പോലും പാലില്ലാത്തത് കൊണ്ട് പൊന്നുമോള് പിടഞ്ഞ് അടുത്ത നിമിഷം മരിച്ചു പോകുമോ എന്ന് കരുതിയിട്ട് ആ ബഹുമാനപ്പെട്ട സഹോദരി തന്റെ മക്കളെ ഓർത്തുകൊണ്ട് കിഫിലിനോട് പറയുകയാണ്, ഞാനതാ നിങ്ങളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ തയ്യാറാ, നിങ്ങളുടെ മണിയറയിലേക്ക് വരാൻ ഞാൻ തയ്യാറാ. എനിക്ക് 500 വെള്ളി തരുമോ? നിനക്ക് 500 600 സ്വർണം ഞാൻ തരാ. നിന്റെ സൗന്ദര്യം പോലെയുള്ള ഒരു സൗന്ദര്യം ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല. മിസ്രിലെ ഈജിപ്തിലെ ഒരുപാട് പെണ്ണുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് സുന്ദരി തരുണീമണിമാര് ഞാനുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇന്നേ വരെ നിന്റെ പോലെ ശരീരമുള്ള, നിന്റെ പോലെ ആപ്പിൾ പൂവിന്റെ തൊലി പോലെ മൃദുലമായ ശരീരമുള്ള ഒരു പെണ്ണും എന്റെ മണിയറ പങ്കുവെച്ചിട്ടില്ല, എന്റെ കിടപ്പറ പങ്കുവെച്ചിട്ടില്ല. അതുകൊണ്ട് മോളെ, സൈനബ് എന്നാണ് ആ കുഞ്ഞിന്റെ പേര്, അവളുടെ പേര് സൈനബേ, നീ എന്റെ മണിയറയിലേക്ക് വന്നാൽ ഞാനെല്ലാം നിനക്ക് സമാധാനിച്ചു തരാമടി. സ്വന്തം മക്കളുടെ പോറ്റാൻ വേണ്ടി, വിശപ്പടക്കാൻ വേണ്ടി ആ സഹോദരിയതാ അവന്റെ അറയിലേക്ക് ചെല്ലുകയാണ്. തിഫിലിന്റെ അറയിൽ ചെന്നപ്പോൾ ആ സഹോദരി പൊട്ടിക്കരയുകയാണ്. പൊട്ടിക്കരയുന്ന സഹോദരിയെ പിടിച്ചുകൊണ്ട് ചോദിക്കുന്നു, തിഫിൽ, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അന്യപുരുഷനുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഭയക്കുന്നത് എന്റെ നാഥനെയാണ്. സർവ്വലോകങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവ്വലോക സൃഷ്ടി സ്ഥിതി സംഹാരകർത്താവായ സർവ്വഗുണ സമ്പൂർണനായ ജഗദീശനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്ന അത്ഭുത പ്രതിഭാസമുണ്ടല്ലോ, ആ അത്ഭുത പ്രതിഭാസത്തെ ഞാൻ പേടിക്കുകയാ, ഞാൻ ഭയക്കുകയാ. ഇത് കേട്ടപ്പോൾ എല്ലാ ദിവസവും തെറ്റുകൾ മാത്രം ചെയ്യുന്ന തിഫില് ആ നിമിഷം മനം മാറ്റമുണ്ടായി. അള്ളാന്റെ റസൂല് പറയുന്നു, അവിടെയും എന്റെ കാരുണ്യമുണ്ടല്ലോ, ഞാനാകുന്ന കരുണയുണ്ടല്ലോ. അള്ളാഹുവിലൂടെ അവന്റെ മനസ്സിലേക്ക് ചെന്നു. അവന്റെ മനസ്സ് മാറി, അവന്റെ മനസ്സിൽ മാറ്റമുണ്ടായി. പാശ്ചാത്താപം അള്ളാഹു സ്വീകരിച്ചു. അവൻ മുസ്ലിമായി ജീവിച്ചു, മുസ്ലിമായി മരിക്കാൻ സാധിച്ചു. ഇതുകൊണ്ട് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഞാനും നിങ്ങളും പലപ്പോഴും തെറ്റുകൾ ചെയ്യുന്നവരായിരിക്കാം, കുറ്റങ്ങൾ ചെയ്യുന്നവരായിരിക്കാം. പ്രിയപ്പെട്ട മക്കളെ, എങ്കിൽ തെറ്റുകൾ ചെയ്താലും കുറ്റങ്ങൾ ചെയ്താലും അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ അള്ളാഹു ജല്ല ജലാലുഹു അങ്ങേറ്റം ഇഷ്ടപ്പെടുന്നവനാണ്. അള്ളാഹു ജല്ല ജലാലുഹു അങ്ങേറ്റം ഇഷ്ടപ്പെടുന്നവനാണ് ഖേദിച്ചു മടങ്ങലിന്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്, നമുക്ക് മുത്തുനബിയെ കാണണം, ഹബീബായ
ഹബീബായ നബിയെ കാണണം, മുത്തുനബിയെ സ്വപ്നം കാണണം. മുത്തുനബിയെ സ്വപ്നം കാണാനുള്ള ഒരു സദസ്സായി ഈ സദസ്സ് മാറണം പ്രിയപ്പെട്ടവരെ. തഹജ്ജുദിന്റെ സമയത്ത് ഞാൻ എഴുന്നേറ്റിരുന്നു. ഇന്ന് രാവിലെ എഴുന്നേറ്റത് കൊണ്ട് പറയുകയല്ല. ആ സമയത്തിനതാ 4 ഭാഗത്തും പള്ളികളിൽ നിന്ന് മൗലൂദുകളാണ് കേൾക്കുന്നത്. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഞാൻ എത്ര ഹതഭാഗ്യനാണ്, ആ മൗലൂദിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ലല്ലോ. അങ്ങനെ ഒരു ചിന്ത നമുക്കുണ്ടാകണം പ്രിയപ്പെട്ടവരെ. കഴിവുള്ളവരെ കാണുമ്പോൾ നീ ചിന്തിച്ചു പോകണ്ട, റബ്ബേ എനിക്ക് 2 കാലുമുണ്ടല്ലോ റബ്ബേ എന്ന്. 2 കാലില്ലാത്ത ചെറുപ്പക്കാരാ നീ ചിന്തിച്ചു പോകണ്ട. പണക്കാരനായ ഹാജിയാരെ കാണുമ്പോ മോനെ നീ എഴുന്നേറ്റ് നിൽക്കണം. കാരണം അള്ളാഹു കൊടുത്ത പണം അവരുടെ കയ്യിലുണ്ട്. അത് ബഹുമാനിക്കൽ നമുക്ക് ബാധ്യതയുണ്ട്, കടപ്പാടുണ്ട്. സുദീർഘമായി വിശദീകരിക്കേണ്ട കാര്യമാണ്. അള്ളാന്റെ റസൂൽ കരുണയെ കുറിച്ച് പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. കരുണ എന്നുള്ളത് റബ്ബിന്റെ റസൂൽ തന്നെയാണ്. റഹ്മത്ത് എന്നുള്ളത് മുത്തുനബി തന്നെയാണ്. ആര് എതിർത്താലും ആര് വെറുത്താലും, പുത്തനാശയക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിലും വേണ്ടില്ല, നൂതനവാദികൾ അംഗീകരിച്ചില്ല എങ്കിലും വേണ്ടില്ല, പ്രിയപ്പെട്ട മുസ്ലിമേ, ആ കരുണയാകുന്ന മുത്തുനബിയെ കാണാൻ കഴിയണം മക്കളെ. അള്ളാന്റെ റസൂല് പഠിപ്പിക്കുകയാണ്. എന്റെ വകയായിട്ട് ഒരു വാക്കും ഞാൻ പറയുന്നതല്ല. അള്ളാന്റെ റസൂലിന്റെ വകയായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. മുത്തുനബി പറഞ്ഞത് മൊത്തവും റബ്ബ് പറഞ്ഞു കൊടുത്തിട്ടാ അള്ളാന്റെ റസൂല് പഠിപ്പിക്കുകയാണ്. നിനക്ക് 2 കൈയില്ല എങ്കിൽ നിന് 1 കൈയില്ല എങ്കിൽ 2 കൈയില്ലാത്തവനെ നോക്കിയിട്ട് നീ പറയണം, അൽഹംദുലില്ലാ തമ്പുരാനെ എനിക്കൊരു കൈ നൽകിയല്ലോ റബ്ബേ എന്ന് നീ ചിന്തിക്കണം മോനെ. നാളെ മൈശറാരൻ സഭയിൽ എത്തിക്കഴിഞ്ഞാൽ മൈശറയിൽ എല്ലാവരും വിയർത്തു കുളിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തില് നായിനെ ഹാജരാക്കപ്പെടുകയാണ്, പട്ടിയെ ഹാജരാക്കപ്പെടുകയാണ്. മനസ്സിലായില്ലേ? നായ പട്ടിയെ ഹാജരാക്കപ്പെടുകയാണ്. ഹാജരാക്കപ്പെടുന്ന നായ അള്ളാഹുവിനോട് പറയുന്നു, റബ്ബേ നീ എന്നെ നായിയായിട്ട് പടച്ചു തമ്പുരാനെ. നീ മുസ്ലിമായ ഒരാള്, ഒരു വിശ്വാസി എന്നെ തൊട്ട് കഴിഞ്ഞാൽ 7 പ്രാവശ്യം കഴുകുന്ന മ്ലേച്ഛമുള്ള നായയായിട്ട്, മൃഗമായിട്ട് എന്നെ പടച്ചു തമ്പുരാനെ. എന്നാലും റബ്ബേ അൽഹംദുലില്ലാ എന്നെ നീ പന്നിയാക്കി പടച്ചില്ലല്ലോ റബ്ബേ, എന്നെ നീ പന്നിയാക്കി പടച്ചില്ലല്ലോ റബ്ബേ, എന്നെ നീ പന്നിയാക്കി പടച്ചില്ലല്ലോ റബ്ബേ എന്ന് 3 പ്രാവശ്യം നായ നാളെ മൈശറയിൽ പറയുമെന്ന് സത്യത്തിന്റെ മാത്രം വാക്കുകൾ പുറത്തേക്ക് നിർഗളിച്ച മുത്തുനബി മുഹമ്മദ് മുസ്തഫ. അപ്പോഴതാ പന്നി ഹാജരാക്കപ്പെടുകയാ. പന്നി പറയുന്നു, റബ്ബേ നീ എന്നെ മ്ലേച്ഛമായ വസ്തുവായി പടച്ചു തമ്പുരാനെ, പന്നിയായി നീ എന്നെ പടച്ചു തമ്പുരാനെ. എന്നെ ആര് തൊട്ടാലും കച്ചറയിൽ മാത്രം ജീവിക്കുന്ന ഒരു പന്നിയായി എന്നെ പടച്ചു അല്ലാ. എനിക്കതിൽ വിഷമമുണ്ടായിരുന്നു റബ്ബേ. എന്നാലും റബ്ബേ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. യുവാക്കളെ ശ്രദ്ധിച്ചു കേൾക്കണേ, മിലാദ് റാലിയിൽ പങ്കെടുത്തവരെ ശ്രദ്ധിച്ചു കേൾക്കണേ. എസ് എം ബഷീറിന്റെ പ്രസംഗത്തിന് ആവേശത്തോടുകൂടെ കിലോമീറ്ററുകൾ താണ്ടി എത്തുന്ന ചെറുപ്പക്കാരെ മനസ്സിലാക്കണേ. ഞാൻ എത്തുമ്പോഴും ഞാൻ എത്തുന്നതിന് മുമ്പ് ദിവസങ്ങളോളം എനിക്ക് ഫോൺ വിളിച്ചുകൊണ്ട്, വിദേശത്ത് നിന്നുകൊണ്ട് ഫോൺ വിളിച്ചുകൊണ്ട് സുല്ലയിൽ വരുമോ, പുത്തൂർ വരുമോ, സംപയിൽ വരുമോ എന്ന് എന്റെ പ്രസംഗത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നവരെ ഞാൻ പറയട്ടെ, എന്റെ പ്രസംഗം കേട്ടതുകൊണ്ടൊന്നും നന്നാകൂല്ല, അള്ളാഹുവിന്റെ കരുണ കിട്ടാതെ നന്നാവൂല്ല. ആ പ്രസംഗം കാരണമായി, നിങ്ങളുടെ ദുആ കാരണമായിട്ട് ഞാൻ നന്നാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കേണ്ടത്. നിങ്ങൾ ചിന്തിക്കണേ മുസ്ലിമേ, പന്നി ദുആ ഇറക്കുകയാണ്, റബ്ബേ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ നിനക്ക് ഇബാദത്ത് ചെയ്യാത്ത, നിസ്കരിക്കാത്ത ഒരു മനുഷ്യനായി എന്നെ പടച്ചില്ലല്ലോ റബ്ബേ അൽഹംദുലില്ലാ എന്ന് പന്നി നാളെ മൈശറാവൻ സഭയിൽ പറയുമ്പോൾ, പ്രിയപ്പെട്ട മുസ്ലിമേ, അള്ളാന്റെ റസൂലിനെ സ്വപ്നം കാണാൻ ആദ്യമായിട്ട് വേണ്ടത് നിസ്കാരമാണ് മക്കളെ. എങ്ങനത്തെ നിസ്കാരമാണെന്നറിയുമോ? മൻ തറക സ്വലാത്തുൽ ഫജ്രി തബറഅ മിൻഹുൽ ഈമാൻ. സുബഹി നിസ്കാരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ തബറഅ മിൻഹുൽ ഈമാൻ, അവനിൽ നിന്ന് ഈമാൻ അകന്നു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ. വമൻ തറക സ്വലാത്തുൽ ളുഹ്രി തബറഅ മിൻഹുൽ അംബിയാ വൽ മുർസലൂൻ. ളുഹർ നമസ്കാരം ഒരാൾ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ, നിസ്കരിച്ചില്ലെങ്കിൽ അവനിൽ നിന്ന് അംബിയാക്കളും മുർസലീങ്ങളും അകന്നു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. വമൻ തറക സ്വലാത്തുൽ അസ്രി തബറഅ മിൻഹുൽ മലായികത്തുൽ മുഖറബൂൻ. സുദീർഘമായി മണിക്കൂറുകളോളം വിശദീകരിക്കേണ്ട പ്രസംഗമാണ്, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വമൻ തറക സ്വലാത്തുൽ അസ്രി തബറഅ മിൻഹുൽ ഈമാൻ. അസ്ർ നമസ്കാരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവനിൽ നിന്ന് മുഖറബുൽ
അലമുൽ അംലാക്കീങ്ങളായ മലക്കുകളുണ്ടല്ലോ, അല്ലാഹു സമാവാതി വൽ അർളി മത്ലൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് അൽ മിസ്ബാഹു ഫീ സുജാജ അസ്സുജാജതു കഅന്നഹാ കൗകബുൻ ദുർരിയ്യൻ യൂഖദു മിൻ ഷജറത്തിൻ മുബാറകത്തിൻ സൈതൂനത്തിൻ ലാ ശർഖിയ്യത്തിൻ ഗൈബിയ്യ വലാ ഗർബിയ്യ വലാ ഗർബിയ്യ യകാദു സൈതുഹാ യുദീഅ വലൗ ലം തംസസുഹു നാറു നൂറുൻ ലാ നൂർ എന്നല്ലാഹു വിശേഷിപ്പിച്ച നൂറ് കൊണ്ട് പടക്കപ്പെട്ട മലക്കീങ്ങളുണ്ടല്ലോ, അവനിൽ നിന്ന് അകന്നു പോകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. വമൻ തറക സ്വലാത്തൽ മഗ്രിബി തബറഅ മിൻഹുൽ ഖുർആൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ വചനം കേൾക്കണേ. ഈ സമയത്തിൽ സീരിയലുകൾക്ക് മുന്നിൽ നമ്മുടെ വീടുകളിൽ ടിവി ഓൺ ചെയ്തുകൊണ്ട് സീരിയലുകൾക്ക് മുന്നിൽ ഇരിക്കുന്ന ഉമ്മമാരോട് പറയണം, വേണ്ട ഉമ്മ, സീരിയൽ കാണല്ല ഉമ്മ, ടിവി കാണല്ല ഉമ്മ. സീരിയലുകളുടെ പേരെനിക്കറിയില്ല, അറിയുമെങ്കിൽ ഞാൻ പറയുമായിരുന്നു. പക്ഷേ ഒരു സീരിയലും കാണണ്ട എന്ന് നിങ്ങൾ പറയണം. മഗ്രിബിന്റെ സമയത്തിന് ഉമ്മമാരും പെങ്ങന്മാരും ഇരിക്കുമെങ്കിൽ വേണ്ട പെങ്ങളെ, വേണ്ട ഉമ്മ, നിങ്ങൾ കാണണ്ട എന്ന് പറയാൻ തയ്യാറാകണം. എന്തേ കാരണമെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, വമൻ തറക സ്വലാത്തൽ മഗ്രിബി, ആരാണ് മഗ്രിബ് നമസ്കാരം ഉപേക്ഷിക്കുന്നത്, തബറഅ മിൻഹുൽ ഖുർആൻ, അസത്യം പറഞ്ഞിട്ടില്ല മക്കളെ, അസത്യത്തിന്റെ ലാഞ്ചന പോലും കലർന്നിട്ടില്ല മക്കളെ. അങ്ങനത്തെ നാവുകൊണ്ട് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മോളെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാ, അവനിൽ നിന്ന് വിശുദ്ധ ഖുർആൻ അകന്നു പോകും. മഗ്രിബ് നിസ്കരിച്ചില്ലെങ്കിൽ, മഗ്രിബ് നിസ്കാരം ഉപേക്ഷിച്ചെങ്കിൽ, അവനിൽ നിന്ന് നിസ്കരിക്കാത്തതിന്റെ കാരണം കൊണ്ട് അവനിൽ നിന്ന് വിശുദ്ധ ഖുർആൻ അകന്നു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഞാൻ നിർത്തായി. വമൻ തറക സ്വലാത്തൽ ഇശാഇ, ഇശാ നിസ്കരിക്കാത്തവരുണ്ടോ നമ്മുടെ കൂട്ടത്തിലുണ്ടോ ചെറുപ്പക്കാരാ? നിങ്ങളാരും നിസ്കരിക്കുന്നില്ല എന്ന് ഞാൻ കരുതുന്നില്ല, പക്ഷേ നിസ്കാരം മുറ പോലെ നിർവഹിക്കുന്നവരാണെന്ന തെറ്റിദ്ധാരണയും എനിക്കില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വമൻ തറക സ്വലാത്തൽ ഇശാഇ തബറഅ മിൻഹുർ റഹ്മാൻ, അല്ലാഹു ജല്ല ജലാലു ആകുന്ന റഹ്മാനാകുന്ന സിഫത്തുണ്ടല്ലോ, അല്ലാഹു ആകുന്ന കരുണയുണ്ടല്ലോ, മുത്തുനബി ആകുന്ന കരുണയുണ്ടല്ലോ, റബ്ബിന്റെ റസൂലിന്റെ ആ കാരുണ്യമുണ്ടല്ലോ, അതും അല്ലാഹും അകന്നു പോകുമെന്ന്. വമൻ തറക സ്വലാത്തൽ ഇശാഇ തബറഅ മിൻഹുർ റഹ്മാൻ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇശാ നിസ്കരിച്ചില്ലെങ്കിൽ അവനിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ കരുണ, അല്ലാഹു ആകുന്ന അത്ഭുത പ്രതിഭാസം അകന്നു പോകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരു തക്ബീർ ചൊല്ലി, ഖുലൂ തക്ബീർ, ഖുലൂ തക്ബീർ, ഖുലൂ തക്ബീർ. എല്ലാവരും അത്യുച്ചത്തിൽ കൈപൊക്കുക. ഞങ്ങൾ റബ്ബേ നിന്റെ ആകാശത്തിലേക്ക് കൈ ഉയർത്തി പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു പ്രതിജ്ഞ ചെയ്യുന്നു നാഥാ, ഞങ്ങളുടെ ജീവിതത്തിൽ പാതിരാത്രിയായാലും പ്രസംഗം കേൾക്കാൻ പോയാലും, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയിൽ പോയാലും, സുന്നി സംഘടനകളുടെ പരിപാടിയിൽ പോയാലും, SSFന്റെ പരിപാടിക്ക് പോയാലും, SKSSFന്റെ പരിപാടിക്ക് പോയാലും, മറ്റു സുന്നി സംഘടനകളുടെ പരിപാടിക്ക് പോയാലും, ഉസ്താദുമാരുടെ വയൽ കേട്ടാൽ, നൗഷാദ് ബാക്കവിയുടെ വയൽ കേട്ടാൽ, അഷ്റഫ് മൗലവിയുടെ വയൽ കേട്ടാൽ, SM ബഷീറിന്റെ വയൽ കേട്ടാൽ, പാതിരാത്രിയായാലും റബ്ബേ ഇശാ നിസ്കരിക്കാതെ കണ്ട് ഞങ്ങൾ കിടന്നുറങ്ങില്ല റബ്ബേ. ഞങ്ങൾക്ക് നിസ്കാരം നിലനിർത്താൻ നാഥാ ഈ റബീഉൽ അവ്വലിന്റെ ബർക്കത്ത് കൊണ്ട് നീ പ്രദാനം തൗഫീക്ക് ചെയ്യണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. പ്രസംഗിക്കുന്നത് കൊണ്ടും പ്രസംഗം കേൾക്കുന്നത് കൊണ്ടും മാറ്റമുണ്ടാകണം ഹൃദയത്തിൽ. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ മുത്തുനബി പറഞ്ഞു, മോനെ, പ്രസംഗിക്കുന്ന മുഅല്ലിമീങ്ങളുണ്ട്, മുത്തഅല്ലിമീങ്ങളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു ഹദീസ് പ്രസക്തമാണ്. ഇത്തഖൂ മവാലി അത്തുഹം, നിങ്ങൾ സ്ഥലം ചിന്തിക്കുക, സാഹചര്യം നോക്കുക, എന്നിട്ട് പ്രസംഗിക്കുക. യുവാക്കളാണ് ഇവിടെ ഒരുമിച്ച് കൂടിയത്. എനിക്കറിയും ആവേശമുണ്ട് നമുക്ക്, പക്ഷേ നമ്മുടെ കാര്യങ്ങൾ വിജയിക്കുന്നില്ല. കാരണം ഈമാനാകുന്ന പ്രബലമായ കേന്ദ്രം നിസ്കാരമാ. ആ നിസ്കാരം നമ്മുടെ പലരും നിലനിർത്താൻ കഴിയുന്നില്ല. ജമാഅത്തിന് പോകാൻ കഴിയുന്നില്ല. ജമാഅത്ത് തെറ്റിയാൽ തന്നെ കഥാകുന്നതിന് മുമ്പ് നിസ്കരിക്കാൻ കഴിയുന്നില്ല. ആ ഭൗതികമായ ദുനിയാവിന്റെ കാര്യത്തിലും മൊബൈലുകളിലൂടെ കോളേജിലേക്ക് പോകുന്ന കോളേജ് കുമാരികളിലൂടെ ശൃംഖരിക്കുന്നതിന്റെ ഭാഗമായിട്ടെങ്കിലും നമുക്കതാ നമ്മുടെ സമയം മുഴുവനും അനാശാസ പ്രവണതകൾ കാണുന്നതിനും ടെലിവിഷനിലും മൊബൈലിലൂടെയും ആധുനിക സംവിധാനങ്ങളിലൂടെയും അനാശാസങ്ങൾ കാണുന്നതിലൂടെയും നമുക്ക് നിസ്കാരം നിലനിർത്താൻ കഴിയുന്നില്ല. അല്ലാഹുവേ കാക്കണേ തമ്പുരാനെ, നിന്റെ
എന്റെ മുൻഗാമികൾ വിജയിച്ചത് അവർ ജീവിച്ച കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ടെലിവിഷൻ ഇല്ലായിരുന്നു റബ്ബേ, ഇങ്ങനെയുള്ള ടെക്നോളജി ഇല്ലായിരുന്നു റബ്ബേ. ഞങ്ങളിതാ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടി സ്വലാത്ത് ചൊല്ലുന്നുണ്ടെങ്കിൽ തന്നെ ഞങ്ങളുടെ ഈമാൻ അപാരമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു റബ്ബേ. എല്ലാ അനാശാസങ്ങളും എല്ലാ സിനിമകളും എല്ലാ അനാശ കള്ളുകുടിയും എല്ലാ മാധുര്യവും എല്ലാ പെണ്ണുപിടിയുമുള്ള ദുനിയാവിൽ ഞങ്ങളുണ്ട് റബ്ബേ. ഞങ്ങളത് കാക്കണേ തമ്പുരാനേ. ബിഹഖി സയ്യിദുൽ കൗനൈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. 9 ഒരു 10 മിനിറ്റ് കൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നിർത്താമെന്ന് പറയുന്നത് ഞാനും ക്ഷീണിതനാണ്. ഞാനും മഹാനായ സയ്യിദ് അത്താഹുല്ലാഹ് തങ്ങളും ഞാനും നേതൃത്വം നൽകിയ ഒരു സുദീർഘമായ നിങ്ങളെപ്പോലെ വാഹന റാലിയല്ലേ ഇവിടെ നടന്നത്. ഞങ്ങൾ നടന്നുകൊണ്ട് കിലോമീറ്ററുകളോളം രാവിലെ 8 മണി മുതൽ 11:30 മണി വരെ നടന്നുകൊണ്ടുള്ള യാത്രയാണ്. അത് കഴിഞ്ഞ് കുട്ടികളുടെ കലാപരിപാടികൾ മഗ്രിബ് വരെ. 5 മണിക്ക് തന്നെ ഞാൻ വിളിച്ചു കലാമിനോട് ചോദിച്ചു ഇപ്പൊ എത്തണമെന്ന് ചോദിച്ചു. അഷ്റഫ് ഉസ്താദുണ്ട്, അൽഹംദുലില്ലാ വൈകിട്ട് എത്തിയാൽ മതി. അങ്ങനെ ഞാൻ ഒരുപാട് കുറച്ച് വൈകിട്ടെത്തി. എത്തിയത് ഞാനിവിടെ വലിയ പ്രാസംഗികനായതുകൊണ്ട് നിങ്ങൾ വിളിപ്പിച്ചതല്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഈ മണ്ണുമായിട്ട് എനിക്കൊരു ബന്ധമുണ്ട്. 6-7 കൊല്ലമായിട്ട് ഈ മണ്ണിൽ ഞാൻ വന്ന് പ്രസംഗിക്കുന്നു. ഞാൻ ഓർക്കുന്നു, ഞാൻ ഗൾഫിൽ പ്രസംഗത്തിനെത്തിയപ്പോൾ അവിടെ ഈ പരിസരത്ത് ജോലി ചെയ്തിരുന്ന ഉന്നരായ TH ഉസ്താദ്, നിങ്ങൾക്കറിയുമല്ലോ, ഉന്നരായ TH ഉസ്താദ് പറഞ്ഞു, സുല്ലിയിൽ ബഷീർ നീ വരുന്നുണ്ടല്ലോ, എനിക്കറിയാം. പക്ഷേ സുല്ലിയിൽ അത്രയങ്ങ് ആരുമായിട്ട് സ്നേഹം പുലർത്തുന്ന മണ്ണല്ല. പക്ഷേ ഞാനുമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു. സുല്ലിയുടെ മണ്ണിന് എല്ലാ വിഭാഗീയതകൾക്കും അപ്പുറം എന്നെ സ്നേഹിച്ച മണ്ണാണ്. അതുപോലെ എന്റെ ഉസ്താദ് ഉന്നരായ TH ഉസ്താദിന്റെ ശിഷ്യൻ BH ഉസ്താദായിരുന്നു എന്റെ ശിഷ്യൻ, എന്റെ ഉസ്താദ്. ആ ഉസ്താദിന്റെ അടുത്തായിരുന്നു ഞാൻ ആദ്യ പഠനം പൂർത്തിയാക്കിയത്. പിന്നീട് ഞാൻ കോളേജിലേക്കൊന്നും പോയിട്ടില്ല. പിന്നീട് ഞാൻ സയ്യിദ് അബ്ദുറഹ്മാൻ ശംസുദ്ദീൻ അൽ ബാലവി അസ്സഅദി എന്ന കാസർഗോഡ് ജില്ലയിലെ സുന്നത്ത് ജമാഅത്തിന്റെ നേതാവിന്റെ അടുക്ക് ഇരുന്ന് പഠിച്ചു. പഠിക്കുന്നതിനിടയിൽ ഒരുപാട് കുടുംബ പ്രാരബ്ധങ്ങൾ ഉണ്ടായിരുന്നു. ആ പഠിക്കുന്നതിനിടയിൽ അഭിനന്ദന അബ്ദുൽ നാസർ മഅ്ദനി ഉസ്താദിൽ നിന്നും ഇൽമ കിട്ടി. അങ്ങനെയുള്ള ചെറിയ ഇൽമ മാത്രമേ എന്നിലുള്ളൂ. എന്റെ വലിയ കിതാബ് എന്ന് പറയുന്നത് ഇപ്പൊ മുത്തഅല്ലിമീങ്ങൾ ഓതുന്ന മുതഫരീദാവാം, അതല്ലെങ്കിൽ നിങ്ങൾ ഓതുന്ന സഞ്ചാനാകാം. പക്ഷേ പ്രിയപ്പെട്ടവരെ, കിട്ടിയ ഇൽമ് മഹാന്മാരാകുന്ന സയ്യിദന്മാർ, മഹാനായ ശൈഖുനാ കൂറത്തങ്ങൾ ഉൾപ്പെടെയുള്ള മഹാരഥന്മാരുടെ അടുക്കൽ നിന്ന് പൊരുത്തം കിട്ടി. അൽഹംദുലില്ലാഹ്, ആ പൊരുത്തം ഇജാസത്തിനനുസരിച്ച് പ്രസംഗിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം എനിക്കുണ്ട്. ഞാൻ എന്ന് ഇബ്ലീസിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നു, അന്ന് ഒരുപക്ഷെ അതല്ലെങ്കിൽ അല്ലാഹുവിന്റെ ഖലാഇ എന്ന് തീരുന്നോ അന്ന് ഞാൻ നിങ്ങളുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാം. പക്ഷേ നമ്മുടെ അർവാഹുകൾ തമ്മിൽ ഈ ലോകത്തും പരലോകത്തും സുഖലോക സ്വർഗത്തിൽ ഒരുമയോടെ ഇരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് എല്ലാവരോടും ഞാൻ ആത്മാർത്ഥമായി പറയുന്നു, നിങ്ങൾ എന്റെ കൂട്ടുപ്രാർത്ഥനയിൽ ഇന്ന് നിങ്ങൾ എല്ലാവരും പങ്കാളികളാകണം. ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ഉസ്താദുമാരുടെയും താജുൽ ഉലമ ഉൾപ്പെടെയുള്ള സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, ഞാൻ ഏതെങ്കിലും വിഭാഗീയതയുടെ തങ്ങന്മാരെ മാത്രം അടുത്തു പോയി, അതല്ല വിഭാഗീയത എന്നല്ല, അവർക്കൊരു വിഭാഗീയതമില്ല, അവർ ആലിമീങ്ങളാണ്, അവർ വലിയ മഹാരഥന്മാരാണ്. അതിന്റെ പേരിൽ നമ്മൾ ഗ്രൂപ്പ് ഉണ്ടാക്കാതിരുന്നാൽ മതി. കഴിഞ്ഞ 1-ാം തീയതി, ജനുവരി 1-ാം തീയതി ഞാൻ കല്യാണം കഴിച്ച് എന്റെ 5 വർഷത്തോളമായി എന്റെ ഭാര്യയെ ഹംലായി പ്രസവ സമയത്തിൽ സിസീരിയൻ നടത്തേണ്ടി വന്നു. നിങ്ങളുടെ മുമ്പിൽ പറയണമെന്ന് ഉദ്ദേശിച്ചതല്ല, സാഹചര്യത്തിന്റെ അനുബന്ധം കൊണ്ട് പറഞ്ഞതാണ്. സിസീരിയൻ നടത്തേണ്ടി വന്ന് 8 മാസത്തിലാണ് പ്രസവിച്ചതവർ. ആ പ്രസവിക്കുന്ന സമയത്തിൽ ഓപ്പറേഷൻ നടത്തി. 1-ാം തീയതിയാണ്, 18-ാം തീയതി വരെ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. 2-ാം തീയതി എന്റെ ഭാര്യയുടെ മുഖം ഞാൻ ICUവിനകത്ത് പോയി നോക്കുമ്പോൾ മഞ്ഞളിച്ചിരിക്കുന്നു. ജോണ്ടീസ് ആണ്, ഡോക്ടർ പറഞ്ഞിരുന്നില്ല. ഞാൻ അത്ഭുതത്തോടുകൂടെ ഡോക്ടറിനോട് ചോദിക്കുമ്പോൾ ജോണ്ടീസ് ആയി പോയി, മഞ്ഞപ്പിത്തമായി, അതാ ബ്ലഡ് പ്രഷറായിട്ട്, ഹൈ ബ്ലഡ് പ്രഷറായിട്ട് കിഡ്നിയിലേക്കും ലിവറിലേക്കും സ്പ്രെഡായി എന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ ആകെ അവശനായി. പുതിയ സംഭവമാണ്, പഴയ സംഭവമല്ല, എന്റെ ജീവിതത്തിൽ നടന്ന സംഭവമാണ്. ഞാൻ പറയുന്നു, മുത്തുനബിയെ സ്നേഹിച്ചാൽ നമ്മെ അല്ലാഹു രക്ഷിക്കാതിരിക്കില്ല. എന്റെ അനുഭവം വെച്ചുകൊണ്ട് പറയട്ടെ, പ്രിയപ്പെട്ട സുല്ലയിലെ എന്റെ സ്നേഹിതന്മാരെ, ഞാൻ അന്ന് രാത്രി തന്നെ അവിടുന്ന് യൂണിറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആശുപത്രിയുടെ ഡോക്ടർമാർ പെട്ടെന്ന് വലിയ അംഗീകാരം നൽകിയില്ല, പേടിച്ചു. എന്നാലും ആശുപത്രിയിലെ ഡോക്ടർമാർ പറഞ്ഞു, ശരീരത്തിന്റെ രക്തം പരിപൂർണമായി മാറ്റണം, 50 ബോട്ടൽ രക്തം മാറ്റിയിട്ട് പ്ലാസ്മ പരിസസ് നടത്തണമെന്ന് പറഞ്ഞു. അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ. അവരുടെ രോഗം അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാരാകട്ടെ. ആ കുഞ്ഞ് ഓക്സിജനിലായിരുന്നു എന്റെ കുഞ്ഞ്. ആ ഓക്സിജനിലായിട്ട് 18 ദിവസങ്ങളോളം ഓക്സിജനിൽ കിടന്ന് ഇന്നും ചെറിയ കുഞ്ഞായിട്ട് തന്നെ
കഴിയുകയാണ്. മുഹമ്മദ് സഫിയുള്ള സ്വഹീഹുൽ ഇസ്ലാം എന്നാണ് ആ കുഞ്ഞിനെ ഞാൻ പേരിട്ടത്. ആ കുഞ്ഞിന് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി വിശുദ്ധമായ അള്ളാഹുവിന്റെ കലാമ് മനഃപ്പാടമാക്കുന്ന ഹാഫിളാക്കിയിട്ട് ഇസ്ലാമിന്റെ പ്രചാരകനാക്കിയിട്ട് ഈ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് സമുദായത്തിന് ഉപകാരപ്പെടുന്ന കുഞ്ഞായ അള്ളാഹു വളർത്തുമാരാകട്ടെ. പ്ലാസ്മ ഫെറിസിസ് നടത്തണമെന്ന് പറഞ്ഞു. ഡോക്ടർമാർ പറഞ്ഞു യൂഷ്വലി ശിഫയാകാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതാ മഹാനായ സയ്യിദ് അത്താഉല്ലാ തങ്ങളോടൊപ്പം ഇന്ന് ഞാൻ പേര് പറയുന്നില്ല, ലോകത്ത് ജീവിച്ചിരിപ്പുള്ള, ഇന്ത്യയിൽ ജീവിച്ചിരിപ്പുള്ള, കർണാടകയിലും കേരളത്തിലും ജീവിച്ചിരിപ്പുള്ള വന്യവയോധികനായ ഒരു സയ്യിദ് അവരുടെ അടുത്ത് തങ്ങൾ ഫോൺ കൊടുത്തുകൊണ്ട് എന്നോട് പറഞ്ഞു, ആ തങ്ങൾ പറഞ്ഞു എല്ലാം ശിഫയായി പോയി എന്ന് പറഞ്ഞു. ഡോക്ടർമാരും പോലും അത്ഭുതപ്പെട്ടു പോയി. 5 ദിവസത്തെ പ്ലാസ്മ ഫെറിസിസ് എന്ന ശരീരത്തിൽ നിന്ന് മുഴുവൻ രക്തങ്ങളും പുറത്തെടുത്ത് പുതിയ രക്തം വൈറ്റ്ലെറ്റ് ഫ്ലാറ്റ്ലെറ്റ് ആക്കി കയറ്റിയിട്ട് ആ ജീവൻ അല്ലാഹു ബാക്കിയാക്കി തന്നു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി അൽഫ മറ. ഇത് ഡോക്ടർമാരുടെ കഴിവല്ല, മരുന്നൊരു കാരണമായിരുന്നു. ഒരുപാട് സദസ്സുകളിൽ ദുആയിരുന്നു. മർക്കസിൽ ശൈഖുനാ കാന്തപുരം ഉസ്താദിന്റെ അടുത്ത് ദുആ ആരംഭിച്ചു. മഹാനായ കൂറത്ത് തങ്ങൾ ദുആയിരുന്നു. മഹാനായ സയ്യിദ് ജിബ്രി മുത്തുക്കോയ തങ്ങൾ ദുആയിരുന്നു. തോക്ക ഉസ്താദിനെ കൊണ്ട് ദുആ ആരംഭിച്ചു. എല്ലാ മഹാരഥന്മാരും ദുആയിരുന്നു. ദുആയുടെ ഫലമാണ്, പ്രാർത്ഥനയുടെ ഫലമാണ്. ആ പ്രാർത്ഥിച്ചവരിൽ അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നം കണ്ടവർ തീർച്ചയായിട്ടും ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, എത്ര വലിയ അപകടങ്ങളിൽ നിന്നും